നിത്യമോളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ നിൽക്കാതെ നീ നിന്റെ കാര്യം നോക്കി പോടാ പോ. വന്നല്ലോ രക്ഷക. അതേടാ വന്നു. നിത്യക്ക് ഞാൻ രക്ഷകയാണെങ്കിലേ നിനക്ക് ഞാൻ അന്തകയായിരിക്കും. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പോയി കുടിയൻ അമ്മയപ്പനെ രക്ഷിക്കാൻ നോക്കടി. രക്ഷിക്കാനുള്ള ആള് പോയിട്ടുണ്ടടാ. രക്ഷിച്ചോണ്ട് വരിക തന്നെ ചെയ്യും. അതോർത്ത് നീ വിഷമിക്കേ വേണ്ട. പോടാ. മോള് സങ്കടപ്പെടണ്ട. നമുക്കറിഞ്ഞൂടെ നമ്മുടെ അച്ഛനെ? ഇതിലെന്തോ ഒരു ചതിയുണ്ട് മോളെ. നഷ്ടങ്ങളും സങ്കടങ്ങളും ഒരു പെരുമഴ പോലെ ഇരിച്ചു വന്നിട്ടും അടി പതറാതെ നമ്മളെ ചേർത്ത് പിടിച്ച അച്ഛൻ പെട്ടെന്നൊരു ദിവസം കള്ളുപിടിച്ച് വണ്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിലെ ശരത്ത് തന്നെയാണെന്നാ. ആണെങ്കിൽ അവനെ ഞാൻ തീർക്കും. ഒറ്റയടിക്കല്ല, ഇഞ്ചിഞ്ചായിട്ട് തീർക്കും. ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. മോളെ നിനക്ക് പറ്റും. ഒന്നുകൂടി ശ്രമിക്കും മോളെ. മോളെ മോളെ പതിയെ ദേവികടുത്ത് സഹായിക്കാം. ഒന്ന് ശ്രമിക്കും മോളെ. മോളെ മോളൊന്ന് ശ്രമിക്കും മോളെ. മോള് പതിയെ. എന്താ സിധു, അച്ഛനൊക്കെ ആയോ? ആണോ? എന്നൊന്ന് വേഗം വരുമോ? പിന്നെ നിങ്ങൾ വരുന്നത് ഒരു പടക്കളത്തിലേക്കാണെന്ന് സിദ്ധുവിന് അറിയാലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ശരി.
അച്ഛാ വാ. സുധീരിക്ക് മനോഹര, എടാ മനോഹര, നീ എവിടെയായിരുന്നു? അല്ല, ശംഖുമുഖം കടപ്പുറത്തിരിക്കുകയാണെന്നാണല്ലോ കേട്ടത്. ആയിരുന്നു. അയ്യോടാ മക്കളെ, എന്താ തിരുനോട്ടം പരിപാടിയായിരുന്നോ? എത്ര തരം നീ എണ്ണിയടാ? അമ്മയ്ക്കിപ്പോ എന്താ അറിയണ്ടേ? അല്ല, രാവിലെ ഡ്രൈവർ ഉദ്യോഗത്തിനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ നീ എങ്ങനെ കടപ്പുറത്തെത്തിയടാ? മനോഹരേട്ടാ, എന്താ സംഭവിച്ചേ? എന്തിനാ കള്ളു കുടിച്ചത്? ഞാൻ കള്ളു കുടിച്ചതല്ല. എന്റെ വായിലേക്ക് നിർബന്ധിച്ച് കള്ളൊഴിച്ചു തന്നത് ചന്ദ്രലേഖ എന്ന വിഷത്തിന്റെ അച്ഛനാ, ആ നടേശൻ. അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യൂ? ഒന്നും അല്ലെങ്കിലും അയാൾ ഒരു റിട്ടയർഡ് DYSP അല്ലേ? അയാൾ ആരായാലും എന്നെ ചതിച്ചതാ. ഇതിലിനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടോന്ന് എനിക്കറിയണ്ടേ. എന്തായാലും എൻ്റെ ലൈസൻസും പോയി, ഉള്ള ജോലിയും പോയി. സന്തോഷിക്കേണ്ടവർക്ക് സന്തോഷിക്കാം, പടക്കം പൊട്ടിക്കാം, പൂത്തിരിയും കത്തിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും മനോഹരൻ തീരുമെന്ന് കരുതണ്ട.